നമസ്കാരം. ഈ മാസം ആദ്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്രമിക്കാനായിട്ട് കോൺഗ്രസ് നേതാക്കൾ ഒരു പദ്ധതിയിട്ടത്. സോണിയയും രാഹുലും പ്രിയങ്ക ഗാന്ധിയുമാണ് ഈ പദ്ധതിയുടെ ഏറ്റവും മുന്നിൽ നിന്നത്. ഇതിനായി കോൺഗ്രസിലെ കുറച്ച് എം പിമാരെയൊക്കെ ഇവർ തയ്യാറാക്കി നിർത്തുകയും ചെയ്തു. കൂടാതെ തെലങ്കാനയിൽ നിന്നുള്ള ഒരു എം പിക്കും രാജസ്ഥാനിൽ നിന്നുള്ള ഒരു എം പി, അതായത് ഈ രണ്ട് വനിതാ എം പിമാർക്കും ഒരു പ്രത്യേക ചുമതല നൽകി. അതായത് നരേന്ദ്രമോദി വരുന്ന സമയത്ത് ആദ്യം ഒരു വനിതാ എം പിമാരെയൊക്കെ റെഡിയാക്കി നിർത്തിയിരുന്നു. ഇവർ നരേന്ദ്രമോദിയുടെ ഇരിപ്പിടം വളയും, ഇരിപ്പിടത്തിലേക്ക് ഇരിച്ചു കയറും. ആ സമയത്ത് നിങ്ങൾ ചെന്നിട്ട് സ്വമേധയാ നിങ്ങളുടെ വസ്ത്രമെല്ലാം തന്നെ വലിച്ചു കീറി നിങ്ങൾ BJP എം പിമാരുടെ ഇടയിലേക്ക് കയറണം. അതായത് എന്നിട്ട് നിങ്ങൾ വരുത്തി തീർക്കുക, BJP നേതാക്കൾ നമ്മുടെ വസ്ത്രം വലിച്ചു കീറി എന്ന് നിങ്ങൾ വരുത്തണം. അതുവഴി നമ്മൾ രാജ്യത്തൊരു കലാപം സൃഷ്ടിക്കും. അങ്ങനെ നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കി ഞാൻ പ്രധാനമന്ത്രിയാകും. അതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. അതാണ് അവർ ഒരുക്കിയ തിരക്കഥ. പക്ഷെ ഇത് ആദ്യമേ തന്നെ ഈ ഷിൻഡെ വിഭാഗത്തിലെ എം പിമാർ, വനിതാ എം പിമാർ അടക്കം ഇത് അറിയുകയും ഈ കോൺഗ്രസിലെ നേതാക്കൾ ചെന്ന് പറഞ്ഞത്, അതായത് പ്രതിപക്ഷമാണ് എന്ന് കരുതി ഇവർ ചെന്ന് പറഞ്ഞത് ഷിൻഡെ വിഭാഗത്തിലെ എം പിമാരോടാണ്. ഇവർ എന്ത് ചെയ്തു, ഈ വനിതാ എം പിമാർ എന്ത് ചെയ്തു, നേരെ ഇത് ഓം ബിർളയെ അറിയിക്കുന്നു ഇങ്ങനെയാണ് സംഭവമെന്ന്. ഓം ബിർള ഇത് SPGക്കും IBക്കും അടക്കമുള്ള ഉന്നത ഏജൻസികൾക്ക് ഇത് അറിയിക്കുന്നു, നരേന്ദ്രമോദി ആക്രമിക്കാൻ ഒരു പദ്ധതി ഉണ്ട് എന്ന്. അങ്ങനെയാണ് ഓം ബിർള വിളിച്ചു പറയുന്നു, മോദി വരരുത്, നിങ്ങൾക്ക് നേരെ ഒരു ആക്രമണത്തിന് കോൺഗ്രസ് നേതാക്കൾ പദ്ധതി ഇട്ടിട്ടുണ്ട്, നിങ്ങൾ വരികയാണെങ്കിൽ ശ്രദ്ധിക്കണം എന്നൊരു നിർദ്ദേശം ആദ്യമേ തന്നെ ഓം ബിർള മോദിക്ക് നൽകി. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ ആക്രമിക്കാൻ കോൺഗ്രസ് നേതാക്കൾ എത്തിയെന്ന് തെളിയിക്കുന്ന പാർലമെന്റിലെ വിഷ്വൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നു. ആ വിഷ്വലിൽ വ്യക്തമായി തന്നെ കാണുന്നുണ്ട്, ഈ നരേന്ദ്രമോദി, അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ആക്രമിക്കാൻ കോൺഗ്രസ് നേതാക്കൾ വരുന്നു. കോൺഗ്രസിലെ വനിതാ നേതാക്കൾ വരുമ്പോൾ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ഈ കോൺഗ്രസ് നേതാക്കളെ എല്ലാം തന്നെ പിടിച്ചു മാറ്റുന്ന ഒരു സംഭവങ്ങളും അതിൽ കാണുന്നു. കൂടാതെ മറ്റ് BJPയുടെ എം പിമാരെല്ലാം തന്നെ മോദിക്ക് ഒരു സുരക്ഷാ കവചമൊരുക്കുന്നതും കാണുന്നുണ്ട്. ഇത് വലിയ തലത്തിൽ തന്നെ IBയും അതോടൊപ്പം തന്നെ SPGയും, അതായത് നരേന്ദ്രമോദിക്ക് സുരക്ഷ ഒരുക്കുന്ന SPG വലിയ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കോൺഗ്രസിലെ വനിതാ എം പിമാരെയും രാഹുൽ ഗാന്ധിയും അടക്കം SPG വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും ഒരു കർശനമായ നടപടിയെടുക്കാനും സാധ്യതയുണ്ട്. കൂടാതെ ഇനി ഈ വർഷം തന്നെ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ തന്നെ ഈ SPGയുടെ ബ്ലൂ ബുക്കിലടക്കം ഒരു മാറ്റം വന്നിട്ട് ഒരു കർശനമായ ഒരു സുരക്ഷ ഒരുക്കാൻ ഉള്ള ഒരു നീക്കവും നടത്തുന്നുണ്ട്. കാരണം കോൺഗ്രസ് നേതാക്കൾ കരുതിക്കൂട്ടി മോദിയെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടത്തും. അപ്പോൾ ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിനൊക്കെ പോകുന്ന സമയത്ത് കോൺഗ്രസ് നേതാക്കൾ മോദിയെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടത്തിയാലോ എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ SPG വലിയൊരു സുരക്ഷാ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് വനിതാ നേതാക്കളടക്കം മോദിയെ ആക്രമിക്കാൻ ശ്രമിച്ചതിൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ഇത്രയും എം പിമാരെ പാർലമെന്റിൽ നിന്ന് തന്നെ എന്നേക്കുമായി പുറത്താക്കാനുള്ള ഒരു നീക്കവും ഓം ബിർള ആലോചിക്കുന്നുണ്ട് എന്നതടക്കമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. കൂടാതെ ഇവർക്ക് പാകിസ്ഥാനുമായിട്ടോ അല്ലെങ്കിൽ ഇവരുടെ ജോസ് സോറസിന്റെ ആളുകളാണോ ഈ വനിതാ എം പിമാരെന്നടക്കം ഒരു വ്യക്തമായ ഒരു പരിശോധനയ്ക്കും ഇപ്പോൾ കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥർ അടക്കം അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടക്കം ഒരു അന്വേഷണം ഇപ്പോൾ നടത്തുന്നുണ്ട്.